ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യസന്ധത കാത്തുസൂക്ഷിക്കണം എന്ന നിർബന്ധമായ കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബിയോട് കൽപ്പിക്കുകയാണ്, പ്രവാചകരെ വഖുൽ, പറയുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്? റബ്ബി അദ്ഖിൽനി, നീ എന്നെ പ്രവേശിപ്പിക്കണമേ. മുദ്ഖല സിദ്ഖിൻ, സത്യത്തിൻ്റെതായ പാതയിൽ, സത്യത്തിൻ്റെതായ പ്രവേശനത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണമേ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, സത്യത്തിൻ്റെതായ പുറപ്പാടിലൂടെ നീ എന്നെ പുറത്തു കടത്തുകയും ചെയ്യണമേ എന്ന്. വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണത്. ജീവിതത്തിൻ്റെ ഏതേത് കാര്യങ്ങളിലേക്ക്, ഏതൊരു കാര്യത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോഴും അത് സത്യസന്ധതയിൽ അധിഷ്ഠിതമായ നിലക്ക് തന്നെ കൈകാര്യം ചെയ്യുവാനും അള്ളാഹുവിൻ്റെ പ്രശംസക്ക് പാത്രീഭൂതരായ നിലക്ക് ആ മേഖലയിൽ വർത്തിക്കുവാനുമുള്ള തൗഫീഖ് തരണേ എന്നാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് വിരമിച്ച് പുറത്തു കിടക്കുന്നുവെങ്കിൽ ഈ പിന്നീടുള്ള ജീവിതത്തിലും സത്യസന്ധമായ നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും റബ്ബിൻ്റെ പ്രശംസക്ക് പാത്രീഭൂതരാകുന്ന നിലക്ക് മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നൽകി. ഏത് രംഗത്തേക്ക് പ്രവേശിക്കുമ്പോഴും ഏത് രംഗത്തിനെന്ത് വിരമിക്കുമ്പോഴും സത്യസന്ധത എന്ന ഏറ്റവും വലിയ തൗഫീഖ് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തേണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബിയെ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ മഹാരഥന്മാരായ പ്രവാചകന്മാർ, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ എന്ന് അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. വേദഗ്രന്ഥത്തിൽ നിങ്ങൾ ഓർക്കുക, ഇസ്മാഈൽ എന്ന പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ആ താവഴിയിൽ നിന്നാണ്, ഇസ്മാഈൽ ഈ പരമ്പരയിൽ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. ആ ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പ്രശംസിച്ചു പറഞ്ഞത് എന്താണ്? ഇന്നഹു കാന സാദിഖൽ വഅദി, വാഗ്ദത്തം ചെയ്ത അതിൽ സത്യസന്ധത പാലിക്കുന്ന, സത്യസന്ധത മുഖമുദ്രയായി ജീവിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നാണ് അല്ലാഹു എടുത്തു പറഞ്ഞത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ കളവ് പറയുന്ന ശീലമുണ്ടെങ്കിൽ, പ്രവർത്തനത്തിൽ കള്ളത്തരത്തിൻ്റെ സ്വഭാവമുണ്ടെങ്കിൽ, വഞ്ചനയുടെ സ്വഭാവമുണ്ടെങ്കിൽ, സത്യസന്ധതയുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മനസ്സമാധാനം അന്നു മുതൽ നഷ്ടപ്പെടും എന്നുറപ്പാണ്. കാരണം കാരുണ്യത്തിൻ്റെ പ്രവാചകനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇന്നസ്സദ്ഖ തുമഅനീന എന്നാണ്. സത്യസന്ധതയിലൂടെ മാത്രമേ മനസ്സിന് സമാധാനം കിട്ടുകയുള്ളൂ. സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് ശാന്തമായി ഉറങ്ങാനൊക്കുകയുള്ളൂ. അവർക്ക് ജീവിതത്തിൽ ഭയപ്പെടാതെ പുറത്തിറങ്ങാനൊക്കുകയുള്ളൂ. കള്ളം ആവർത്തിച്ച് ജീവിതത്തിൽ ആളുകളോട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുമ്പോഴുമൊക്കെ ജീവിതത്തിൽ കള്ളത്തരങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന, വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും കളവി ശീലിച്ച ആളുകൾക്ക് റബ്ബിൻ്റെ സഹായം ഉണ്ടാവുകയില്ല. താൽക്കാലികമായ നേട്ടം അവരുടെ മനസ്സിൽ പിശാചു തോന്നിപ്പിച്ചാലും ആത്യന്തികമായി ജനങ്ങളുടെ മുമ്പിൽ അവർ അപമാനിതരാകും. അവർക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. ഈ പാഠം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കരുത്. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് തന്നെ ആ കാലഘട്ടത്തിൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങൾ അമാനത്തെറ്റെടുത്താൽ അത് നിർവഹിക്കണം എന്നാണ്. അതുപോലെ തന്നെ വസ്തുഖൂ ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ സത്യം മാത്രമേ പറയാവൂ എന്നാണ്. അയൽക്കാരോട് നല്ല നിലക്ക് ഇടപെടണം എന്നുമൊക്കെയാണ് പല ഗുണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യസന്ധതയായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര. എല്ലാ മേഖലകളിലും അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. റബ്ബിനോടുള്ള കാര്യത്തിൽ റബ്ബിൻ്റെ നിയമാവലികൾ അനുസരിച്ചുകൊണ്ട് സത്യസന്ധത പാലിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെ
പിന്തുടർന്നുകൊണ്ട് റസൂലുള്ളാഹിയോടുള്ള സത്യസന്ധത നമ്മൾ നിലനിർത്തുക. നമ്മുടെ മക്കളോട് ഇസ്ലാമികമായ കാര്യങ്ങളിലൂടെ അവർക്ക് തർബിയത്ത് നൽകിക്കൊണ്ട് അവരോടുള്ള സത്യസന്ധത നിലനിർത്തുക. നമ്മുടെ ഇണയോട് ഏറ്റവും മെച്ചപ്പെട്ട പെരുമാറ്റം നിർവഹിച്ചുകൊണ്ട് അവരോടുള്ള സത്യസന്ധത നിലനിർത്തുക. കച്ചവട രംഗത്തും ബിസിനസ് രംഗത്തും ഒരുപാട് കള്ളത്തരങ്ങളും ചതിക്കുഴികളും അതുപോലെ തന്നെ മൾട്ടി ലെവൽ മേഖലകളിൽ ഒരുപാട് ചതിക്കുഴികളിലും നിറഞ്ഞു നിന്ന് ഓൺലൈനിലൂടെ ഒരുപാട് ചതിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വഞ്ചനയുടെയും ചതിയുടെയും മേഖലയിലുള്ള ബിസിനസ് കുഴികളിൽ ചെന്ന് ചാടാതെ എല്ലാ മേഖലകളിലും സത്യം മാത്രം പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുക. അവയിലൂടെയൊക്കെയാണ് നമുക്ക് ബറക്കത്തും സമാധാനവും ലഭ്യമാവുക എന്ന തിരിച്ചറിവോടുകൂടി ഓരോ കാൽവെപ്പും സത്യസന്ധമായി തീരാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ തൗഫീഖും അനുഗ്രഹവും ജീവിതത്തിലെല്ലാ മേഖലയിലും നമുക്കെല്ലാവർക്കും നൽകി സത്യസന്ധരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പലപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യസന്ധതയിലൂടെ മാത്രം മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ കടന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അങ്ങനെ സത്യസന്ധമായി ജീവിച്ചാലും അങ്ങനെ സത്യം മാത്രം പറഞ്ഞ് സത്യത്തിൻ്റെ മേഖലയിലൂടെ മുന്നോട്ട് പോയാലൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കുകയില്ല. ഈ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും കുറച്ചൊക്കെ ഒരു പ്രത്യേകമായ നിലക്കുള്ള ജീവിതത്തിലൂടെ ഒന്ന് ചാഞ്ഞും ചെരിഞ്ഞും നിന്നുകൊടുത്തിട്ടില്ലെങ്കിൽ ജീവിതം വഴിമുട്ടിപ്പോകുമെന്ന് പിശാചു മനുഷ്യൻ്റെ മനസ്സിൽ ഭീതി അനാവശ്യമായി സൃഷ്ടിക്കാറുണ്ട്. ഇത് ഈമാനില്ലാത്ത ആളുകളുടെ മനസ്സിൽ, തവക്കുലില്ലാത്ത ആളുകളുടെ മനസ്സിൽ ഏശുകയും ചെയ്യും. അവരതിന് കീഴ്പ്പെട്ടുകൊണ്ട് പിന്നീട് സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ മേഖലകളിലൂടെ മുന്നോട്ട് പോകുവാൻ അത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് നാം ഏറെ സൂക്ഷിക്കേണ്ടതുണ്ട്. എത്ര തന്നെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും സത്യസന്ധത വിട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തെ സുഖങ്ങളല്ല. ഈ ലോകത്ത് നിന്ന് ഏത് നിമിഷവും വിട പറഞ്ഞേക്കാം. പരലോക കോടതിയിലാണ് സത്യസന്ധന്മാർക്ക് വിലയേറിയ സമ്മാനങ്ങൾ അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ളത്. ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു ദാലികൽ ഫൗസുൽ അദീം. സൂറത്തുൽ മാഇദയിലെ 119-ാമത്തെ ആയത്ത് അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പരലോക നാളിലാണ് നമ്മുടെ സത്യസന്ധതയുടെ ഗുണം നമുക്ക് ലഭിക്കുക. അവിടെ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. അവിടെ പറയപ്പെടുന്ന ആ ദിവസം ഏതാണ്? ഹാദാ ഇതാണ് യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സത്യസന്ധത മാത്രം കൈമുതലാക്കിക്കൊണ്ട് ജീവിച്ച സത്യവാന്മാർക്ക് അവരുടെ സത്യസന്ധതയുടെ പ്രയോജനം ഇതാ ദുനിയാവിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഇതാ ഇവിടെയാണ് അവർക്കതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ മിൻ തഹ്തിഹൽ അൻഹാർ. അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അവർ ശാശ്വതവാസികളായിരിക്കും. അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ട് കഴിഞ്ഞു, അവർ അള്ളാനെയും തൃപ്തിപ്പെട്ട് കഴിഞ്ഞു. ദാലികൽ ഫൗസുൽ അദീം. അതാണ് വമ്പിച്ച വിജയം എന്ന്. ആ വിജയത്തിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. ഇവിടുത്തെ താൽക്കാലിക സുഖങ്ങളോ ഇവിടുത്തെ താൽക്കാലിക രക്ഷപ്പെടലുകളോ ഇവിടെയുള്ള താൽക്കാലിക വിജയങ്ങളോ ആയിരിക്കരുത് നമ്മുടെ പരമമായ ലക്ഷ്യം. അവിടെ രക്ഷപ്പെടാൻ സാധിക്കണം, അവിടെ വിജയികളിൽ ഉൾപ്പെടാൻ സാധിക്കണം. അതിന് സത്യസന്ധത മാത്രമേ നമുക്ക് മുമ്പിൽ നിർവാഹമുള്ളൂ. കള്ളം പറയരുത്, അറിഞ്ഞുകൊണ്ട് കള്ളത്തരങ്ങളിൽ ഏർപ്പെടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ആ വിധത്തിലുള്ള സജ്ജനങ്ങളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി നമ്മെ ആദരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ.